എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. ഇതിൽ വേണ്ടിയിട്ട് അരി കുതിർക്കുകയോ അതുപോലെ തന്നെ മാവ് പൊങ്ങാനായിട്ട് വെക്കുകയോ ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് കലക്കിയിട്ട് അപ്പം തന്നെ ചുടാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിണ്ണത്തപ്പത്തിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇടിയപ്പം പൊടി എന്ന് പറഞ്ഞ് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. 1 കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ടാൽ നല്ല മധുരം കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്ന പഞ്ചസാര ലൈറ്റ് ബ്രൗൺ നിറമുള്ള പഞ്ചസാരയാണ്. അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു കളർ വ്യത്യാസം വരും. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല വെള്ള പഞ്ചസാര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അപ്പം നന്നായിട്ട് വെള്ള കളറിലിരിക്കും. ഇനി നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ശർക്കരയും എടുക്കാവുന്നതാണ്. ശർക്കര ചെറുതായിട്ടൊന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചെയ്യുമ്പോഴാണ് ഈ കിണ്ണത്തപ്പത്തിന് അടിപൊളി ടേസ്റ്റ് കിട്ടുക. ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ പശുവും പാൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളവും എടുക്കാം. പക്ഷേ തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ 1-2 കപ്പോളം വേണ്ടി വരും ഇത് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. ഇതിപ്പോൾ കുറച്ചൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കട്ടിയാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് ലൂസാക്കി എടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ഇളക്കിയിട്ട് നോക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്, തിന്നായിട്ടുള്ള തേങ്ങാപ്പാലല്ല. അപ്പോൾ നമ്മൾ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതുപോലെ ലൂസ് പരുവത്തിൽ നമ്മൾ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എടുക്കാമെന്നാണ്. നെയ്യൊന്ന് ഉരുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ കുറച്ച് കട്ടിയായിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഉരുക്കിയിട്ട് ചേർക്കുക. ഇനി നമ്മളിതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റോ കിണ്ണോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കട്ടിയിലല്ല ഇത് ഒഴിക്കേണ്ടത്. 1/2 ഇഞ്ച് തിക്നെസ്സിലാണ് നമ്മൾ ഈ മാവ് ഒഴിക്കേണ്ടത്. ബാക്കി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിക്കാം. അപ്പോൾ നമ്മൾ മാവ് കിണ്ണത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ചെറിയ ജീരകം ഒന്ന് നിരത്തി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ചെറിയ ജീരകം ഇടയ്ക്ക് കടിക്കുന്ന നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് വേവിക്കാനായിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിലൊരു ട്രേ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ ഈ തട്ടം വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ സൈഡിലൊക്കെ ഈ പാത്രത്തിന് തട്ടം എന്നാണ് പറയുന്നത്. അപ്പം അതിലേക്ക് നേരെ തന്നെ വെച്ച് കൊടുക്കുക, ചരിഞ്ഞൊന്നും പോകരുത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവി കയറി നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം ഒരുപാട് കട്ടിയിലല്ല നമ്മൾ മാവ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. സ്ക്വയറായിട്ടോ ഡയമണ്ടായിട്ടോ പല ഷേപ്പിൽ എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്നാണ്, കലക്കിയിട്ട് നമുക്ക് അപ്പം തന്നെ ചൂടാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ? വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഏലക്കപ്പൊടിയുടെ ടേസ്റ്റും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ഇന്ന് മറ്റൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു മട്ടൻ സ്റ്റൂവിൻ്റെ റെസിപ്പി. അപ്പോൾ അത് ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു സ്റ്റൂ ആണ്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്